ഹായ് ഓൾ. ആസിഡുകൾ എന്ന് പറയുന്ന ഭാഗത്തിലെ കുറച്ച് കാര്യങ്ങളാണ് ബോർഡിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ഓരോ പദാർത്ഥങ്ങളും അവയിലുള്ള അടങ്ങിയിരിക്കുന്ന ആസിഡുകൾ നമുക്കൊന്ന് വിലയിരുത്താം. എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. വീഡിയോയിലേക്ക് പോവാം. ഒന്നാമത്തത് നാരങ്ങ. നാരങ്ങ എന്ന് പറയുമ്പോൾ ഒരു പുളിരസമൊക്കെ ഉള്ളതാണ് അല്ലെ. അതിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് എന്ന് പറയുന്നത് സിട്രിക് ആസിഡ് ആണ്. ഏതാണ്? സിട്രിക് ആസിഡ് ആണ് നമ്മുടെ നാരങ്ങയിൽ അടങ്ങിയിട്ടുള്ളത്. ഓറഞ്ചിലോ അതും നമുക്കറിയാം, ഇത് രണ്ടുപേരും ഒരു ഫാമിലിയിൽ പെട്ടതാണ് അല്ലെ. അപ്പം ഇതിലും അടങ്ങിയിരിക്കുന്ന ഏത് തന്നെയാണ്? സിട്രിക് ആസിഡ് തന്നെയാണ്. അപ്പൊ ഓറഞ്ചിലും സിട്രിക് ആസിഡ് ആണ്. നെല്ലിക്ക. നെല്ലിക്കയിൽ ഏതാണ്? അസ്കോർബിക് ആസിഡ് ആണ്. ഏതാണ്? അസ്കോർബിക് ആസിഡ്. ഏത് ആസിഡാണ്? അസ്കോർബിക് ആസിഡ് അടങ്ങിയിരിക്കുന്ന പദാർത്ഥമാണ് നമ്മുടെ നെല്ലിക്ക. ഏറ്റവും ഔഷധ ഗുണം ഉള്ളതാണ് അല്ലെ. തൈര്. തൈരില് ലാക്റ്റിക് ആസിഡ് ആണ് അടങ്ങിയിരിക്കുന്നത്. തൈരില് ലാക്റ്റിക് ആസിഡ്. ഇനി വെറ്റില. വെറ്റിലയില് കാറ്റച്യൂണിക് ആസിഡ്. ഏതാണ്? കാറ്റച്യൂണിക് ആസിഡ് ആണ് വെറ്റിലയിൽ അടങ്ങിയിട്ടുള്ളത്. ഇനി വിനാഗിരിയിൽ നമ്മൾ എപ്പോഴും പറയും, വിനാഗിരി എന്ന് പറയുമ്പോൾ ഒരു അസിറ്റിക് ആസിഡ് ആണ്. വിനാഗിരി അസിറ്റിക് ആസിഡ്. ഇനി മാംസ്യം. മാംസ്യത്തിൽ അടങ്ങിയിരിക്കുന്നത് അമിനോ ആസിഡ് ആണ്. മാംസ്യത്തിൽ അടങ്ങിയിരിക്കുന്നത് അമിനോ ആസിഡ്. മണ്ണ്. മണ്ണില് ഹ്യൂമിക് ആസിഡ് ആണ്. മണ്ണിൽ അടങ്ങിയിരിക്കുന്നത് ഹ്യൂമിക് ആസിഡ്. പുളിയിൽ അടങ്ങിയിരിക്കുന്നത് ടാർട്ടാറിക് ആസിഡ്. പുളിയിൽ അടങ്ങിയിരിക്കുന്നത് ടാർട്ടാറിക് ആസിഡ്. ആപ്പിൾ ആണെങ്കിലോ മാലിക് ആസിഡ്. ആപ്പിളില് മാലിക് ആസിഡ്. അപ്പോ ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതുപോലുള്ള അറിവുകൾ നിങ്ങൾക്ക് നേടണമെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു.